ഹലോ ഹലോ പറയൂ. ഇത് ജാസ്റ്റാണോ? അതെ, ആരാണ്? ചങ്ങായിയാണ്. ഗർഭമുണ്ടോ സത്യാണോ? ഗർഭം മോനെ ഇപ്പൊ 8 മാസമായിട്ടില്ല. നിങ്ങൾ വിളിച്ചു വെച്ചാൽ ഇപ്പൊ എനിക്ക് നാളെ തന്നെ പ്രസവിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഗർഭത്തിന്റെ കഥ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾക്ക് പേഴ്സണലി എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ എൻ്റെ മനസ്സ് തട്ടി സോറി പറയണം കേട്ടോ. വീഡിയോസ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ജാസിയുടെ ഹെലന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യണ്ട പോട്ട് എന്നും പറഞ്ഞിട്ട് കളയും തോറും ജാസി എന്ന് പറയുന്ന ഒരുത്തൻ ഇത് നിർത്താൻ വലിയ താല്പര്യമൊന്നുമില്ല. വീണ്ടും വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ കള്ളത്തരങ്ങളാണ് വന്നിരുന്ന് പറയുന്നത്. പോരാത്തിന് ഇപ്പൊ ജാൻമണിയും വന്ന് കുറച്ച് എക്സ്പ്ലനേഷൻ ഒക്കെ തരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ജാൻമണിക്ക് നല്ല തെറിവിളി ഹെലന്റെ വായിൽ നിന്ന് കേൾക്കുമെന്ന് മനസ്സിലായപ്പം നൈസായിട്ട് ജാൻമണി അങ്ങ് പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. ഞാൻ വേറെ ഒരാളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്, ഞാൻ ഹെലനെ ഇവിടെ ഉദ്ദേശിച്ചതേ ഇല്ല എന്നുള്ള രീതിയിലാണ് ജാൻമണി വന്ന് പറയുന്നത്. അതിലും വലിയ കോമഡിയാണ്. എന്തായാലും ജാസിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ജാൻമണിയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. അതാണ് ഞാൻ പച്ചക്ക് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയില്ല, ഞാൻ പച്ചക്ക് പറഞ്ഞു. ബട്ട് ദാറ്റ് ഫോർ ദിസ് വീഡിയോ. കാരണം അൺനെസസറി നിങ്ങൾ ആ ഹെലന് കുട്ടിക്ക് വലിക്കണ്ട. കാരണം നമ്മൾ തമ്മിൽ ഓരോ ഇതിലേക്ക് പ്രശ്നമില്ല. കാരണം ഇങ്ങനെ ഞാൻ ജാസിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നാളെ മറ്റന്നാളെ ഞാൻ ഹെലനിക്ക് പറഞ്ഞു ഹെലൻ കൊച്ചിയിലെ സംഭവം എന്താണെന്ന് മനസ്സിലായോ? ജാൻമോണി ഇവിടെ ഒരു വീഡിയോ എടുത്ത് വെച്ച് കാണിച്ചിട്ട്, അതായത് ജാൻമോണിയുടെ തന്നെ ഒരു സ്വന്തം വീഡിയോ, എയർപോർട്ടിലെങ്ങാണ്ട് പോകുന്ന വീഡിയോ ആണ്, അത് വേറെ ആരോ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയ്ക്ക് വന്ന നെഗറ്റീവ് കമന്റ്സിനുള്ള മറുപടി ആയിരുന്നു ജാൻമോണി പറഞ്ഞതെന്നാണ് ഇപ്പം വളച്ചൊടിക്കുന്നത്. എന്തോരം പച്ച കള്ളമാണ് ഇവർ വന്നിരുന്ന് പറയുന്നത്. ഹെലൻ ജാസിക്കെതിരെ ഇട്ട് ഒരു കമന്റ് എടുത്ത് വെച്ചിട്ടായിരുന്നു ഇവരെടുത്ത് ആ ഒരു ചോദ്യം ചോദിച്ചത്. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. അതിനാണ് ഇവർ ശരിക്കും പറഞ്ഞ റിപ്ലൈ കൊടുത്തത്. അല്ലാതെ ഒരു ബന്ധവുമില്ലാത്ത ഒരു വീഡിയോ പൊക്കി കാണിച്ചിട്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കല്ലേ. ഇപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി നിങ്ങൾക്ക് നല്ല തെറിവിളി കിട്ടുമെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ നൈസായിട്ട് പ്ലേറ്റ് മാറ്റിയത്. അത് വളരെ നല്ല കുട്ടിയാണ്, ഞാനും അവളും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണമായിരുന്നു. വായി തോന്നുന്ന തോന്നിവാസങ്ങളെല്ലാം വിളിച്ച് പറയുകയും ചെയ്ത് സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പുതിയ നാടകമായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. നമുക്ക് കാണണം. എന്നാൽ ഒരു റിലേഷന് ഉണ്ടാക്കാൻ വേണ്ടി വർഷങ്ങളുമായിരിക്കും. പക്ഷെ ഒരു റിലേഷന് പോകാൻ വേണ്ടി ഒരു 5 സെക്കൻഡ് മതി അല്ലേ? അവളുടെ അമ്മ അച്ഛൻ എന്താ വിചാരിക്കും? ഞാൻ എത്ര മോശമായിട്ട് ഒരു പെൺകുട്ടിയുടെ വേണ്ടി ഞാൻ പറയുന്നത്? എനിക്ക് പറയുന്ന ഒരു ആവശ്യമില്ല. കാരണം എൻ്റെ വീട്ടിലും 2-3 പെൺമക്കളുണ്ടോ. ഞാൻ പറയുന്ന വാക്ക് ഈ വീഡിയോസിലാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്റർനെറ്റിലേക്ക് കിട്ടില്ല. കാരണം ആ വീഡിയോസ് നല്ല രീതിയിലേക്ക് വൈറലായിട്ടുണ്ടോ. അവൻ്റെ ആ പ്രൊഫൈലിൽ, കാരണം ഞാൻ പറഞ്ഞു രാഹുൽ ആ നായർ പറഞ്ഞിട്ട് ആ പ്രൊഫൈലുണ്ടോ, അത് നിങ്ങൾ കുറച്ച് ക്ലോസ് ആക്കി കാണിച്ചു കൊടുക്കുക. അപ്പാണ് ആൾക്കാർക്ക് ഇതാണ് വീഡിയോ. ഇത് ഹെലനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹെലനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ. എന്തോരം പച്ച കള്ള വിളിച്ച് പറയാമെന്ന് ആലോചിച്ചോണേ. ഞാൻ ഹെലനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഹെലനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, എറണാകുളത്ത് വരുമ്പോൾ നേരിട്ട് കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അവൾക്ക് ബോധം ഉണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ ഇത് പറയുന്നത് മുഴുവനും കള്ളത്തരമാണ്. കാര്യം തെറിവിളി കേൾക്കുമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ജാൻമണി നൈസായിട്ട് കാലു മാറി. എന്തായാലും ജാസിക്ക് സമാധാനമായല്ലേ. ജാസി എന്ന് പറയുന്നത് ഒറ്റ ഒരുത്തൻ കാരണമാണ് ഈ സത്യം പറഞ്ഞ ഈ ഒരു വ്യക്തിയും കൂടി ഇതിനകത്ത് വന്ന് പെട്ടത്. ഇവർ വായി തോന്നുന്നത് അങ്ങ് അറിയാതെ അങ്ങ് വിളിച്ച് പറഞ്ഞതാ. പക്ഷെ ഇവർക്ക് മനസ്സിലായി പിന്നെ ഇത് അബദ്ധമായി മാറിയെന്ന്. എൻ്റെ പൊന്നു, ജാസിയുടെ കുറെ ഡയലോഗൊക്കെ ഒന്ന് കേൾക്കണം. ഇന്നലെ നിങ്ങൾ സായിയുടെ വീഡിയോ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. പണ്ടവർ കൊല്ലത്ത് ആ വിളക്കെടുക്കാൻ വന്ന ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് ഭയങ്കര രീതിയിൽ വൈറലായതാണ്. ഞാൻ ഉൾപ്പെടെ ഈ ജാസിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതാണ്. പക്ഷേ ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം ഞാൻ ഖേദിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യവും ഇല്ലായിരുന്നു ഇവനെ പോലെയുള്ള ഒരുത്തിനെ സപ്പോർട്ട് ചെയ്യാൻ. അവിടെയും വന്ന് പച്ച കള്ളമാണ് പറഞ്ഞിരുന്നത്. ജനങ്ങളെ എല്ലാവരെയും പൊട്ടന്മാരാക്കാനായിട്ടായിരുന്നു ജാസി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതായത് അവർ ട്രാൻസ്ഫോമൺ ആയതാണ്, അതുകൊണ്ട് ഞാൻ വിളക്കെടുക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കള്ളത്തരങ്ങൾ വന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാം കൈയോടെ പൊളിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. ഞാൻ കറുപ്പനെ പറഞ്ഞേ അടുക്കും അപ്പഴത്തെ തെരികൾ എനിക്ക് കിട്ടിയിട്ടുണ്ടോ. പക്ഷെ ആ മനുഷ്യന്മാർ ഇത് നമുക്ക് എല്ലാം ഓക്കെ, നമുക്കെല്ലാം കിട്ടണം. നമ്മൾ തിരിച്ച് എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദിവസം ജാൻമണി ചീത്ത, ജാൻമണിന്റെ ക്യാരക്ടർ എങ്ങനെ ഒന്നെങ്കിൽ മലയാളം പറയണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയണം, അല്ലെങ്കിൽ ഹിന്ദി പറയണം. ഇത് ഏത് ഭാഷയാണ് ഇവർ സംസാരിക്കുന്നതെന്ന് ഒരു മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്തെല്ലാം വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ജാൻമണി. നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കാട്ടിക്കൂട്ടിയത് നമ്മളെല്ലാവരും കണ്ടതാ, ജനങ്ങൾ മുഴുവനും കണ്ടതാ നിങ്ങളുടെ പ്രവൃത്തി എന്തായിരുന്നു എന്ന്. ജർമ്മനി ബീഹാറിയാണ്, ജർമ്മനി ബംഗാളിയാണ്, ജർമ്മനി തിരിച്ചു പോയിക്കോ. ഈ പാവം എന്താ പറഞ്ഞ ഈ ഹെലനിക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ വീഡിയോസിലെ അവളുടെ ഫോട്ടോ കൊടുത്തിട്ട് ജർമ്മനി പറയുന്ന മറുപടിയാണ് ഹെലന്റെ വേണ്ടി. അതിങ്ങനെ ആ കുട്ടിയെ കൂടി എനിക്ക് ഒരു പ്രശ്നമേ ഇല്ല. ഇത് ഭയങ്കര മോശമല്ലേ. നിങ്ങളെ ബീഹാറിയാണ്, നിങ്ങളെ അസമിയാണ്, നിങ്ങളെ ഓരോരോ സ്റ്റേറ്റിലേക്ക് വിളിച്ചിട്ട് നമ്മളെ അത്ര ചീപ്പൊന്നും അല്ല.
നിങ്ങൾ ഇതൊക്കെ പറയുന്നതിന് മുന്നേ നിങ്ങളെ തന്നെ ഒരു സെൽഫ് റിയലൈസേഷൻ നടത്തുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ വന്ന് ഇടപെടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളാണ് 24 മണിക്കൂറും ജാസിയുടെ പുറകെ നടക്കുന്നത്. ജാസിയുടെ എല്ലാ വ്ളോഗിനകത്തും നിങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല. പിന്നെ എന്താ ഇവിടെ ജാൻമണി പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? നിങ്ങളുടെ നാടകങ്ങളെല്ലാം പൊളിഞ്ഞ് നിങ്ങൾ സത്യം പറഞ്ഞ ഹെലനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് പോരാത്തന്നെ ആ മീഡിയക്കാർ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഹെലൻ്റെ പേര്. നമ്മളെല്ലാവരും കണ്ടതാണ്. അവിടെ ഒരുപാട് പേര്, ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പബ്ലിക്കായിട്ട് വന്നിരുന്ന് വീണ്ടും കള്ളം പറയുന്നത് കണ്ടില്ലേ ഇവറ്റകളൊക്കെ? ഇവരൊക്കെ എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിളിക്കണ്ടേ? ഹെലൻ്റെ കൂടെ ഞാൻ സംസാരിച്ച് സി ഈസ് വെരി ഗുഡ് ഗേൾ. കാരണം ഹിന്ദിയിലെ സംസാരിക്കാൻ പറ്റി, അവൾക്ക് നല്ല രീതിയിലൊക്കെ ഹിന്ദി അറിയാം. സോ ഞാൻ ഹിന്ദിയിൽ അവളുടെ കൂടെ സംസാരിച്ചിട്ട് അവൾ ഇത്ര സ്വീറ്റാണ്. അവൾ പറയുന്നത് എനിക്ക് സാധനം മനസ്സിലായിട്ടില്ല വാട്ട് യു ആർ ടോക്കിംഗ്. കാരണം ഈ ഭാഗം മാത്രം ഞാൻ പറഞ്ഞില്ല നല്ല കടപ്പുണ്ട് പറഞ്ഞിട്ട് ആ ഭാഗം മാത്രം കഥയ്ക്ക് ആ ഇൻ ബിറ്റ്വീൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ, ആ ക്വസ്റ്റ്യൻ എൻ്റെ സഭയിൽ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് ചോദിക്കുന്ന ആൾക്കാർ എൻ്റെ വീഡിയോയുടെ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഞാൻ അവിടെയാണ് കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് താങ്കളുടെ വീഡിയോ ലീക്കായ വീഡിയോനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് താങ്കൾ നൽകിയത്. ഞാൻ കൊടുത്ത് ബെസ്റ്റ്. ഇപ്പം പറയുന്ന ഡയലോഗ് കേട്ടില്ലേ? എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടി ഹിന്ദിയിൽ സംസാരിക്കുന്നത്. എന്തോരം പഞ്ചപാവമാണ് ആ ഒരു പെൺകുട്ടി. ഇവർക്ക് ഉളുപ്പുണ്ട് ഇവിടെ. ഇവർക്കൊക്കെ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും പറയാനില്ല. നിലപാടില്ലാത്ത ആൾക്കാരെ ഒന്നും ദൈവത്തെ ഓർത്ത് ഈ കമ്മ്യൂണിറ്റിയിൽ പോലും അടുപ്പിക്കല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും വില കൊണ്ടുവന്ന് കളയുവാണ്. എത്രയോ നല്ല നല്ല ആൾക്കാരുണ്ടെന്നറിയാം. ഞാൻ എത്ര വട്ടം എൻ്റെ വീഡിയോയിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നറിയാം. അവരുടെ എല്ലാവരുടെയും പേര് കൊണ്ട് കളയാനാണ് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ജാസിയുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ പറ്റുമോ? ഇപ്പം നിലവിലുള്ള ഒരു മനുഷ്യർക്കും ഇല്ല. അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ഇടുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല കടുപ്പുണ്ട് മാറുന്ന ഇതിന്റെ സത്യാവസ്ഥ എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഈ ഫോണ് എവിടെയാ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഫോണില് നന്നായിട്ട് റെക്കോർഡാവും. പക്ഷെ നമ്മൾ അവിടെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ 10 ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ നമുക്ക് ഓരോ ആൾക്ക് മാത്രമേ ആൻസർ തരാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ സെയിം റിയാക്ഷൻ അടിച്ചിട്ട് ഇതാണ് പഠനത്തെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ര മോശമാണ്. കാരണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ ഒരു വാക്കാണ് അവനക്ക് നല്ല കറുപ്പാണ്. ആ വാക്ക് ഞാൻ കറക്റ്റാണ് പറഞ്ഞത്. അവനാണ് ഞാൻ പറഞ്ഞത്. അവന്റെ ഫാമിലി, അവന്റെ കുട്ടികൾ, അവന്റെ അമ്മ അച്ഛൻ, അവന്റെ വൈഫ്, ഭാര്യ. ഹെലന്റെ കമന്റ് എടുത്ത് വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പോരാത്തേനെ അവനൊന്നും അല്ല പറഞ്ഞത്, നിങ്ങൾ അവളെന്ന് തന്നെ പറഞ്ഞത്. പിന്നെ എന്തിനാ വന്നിരുന്ന് ഇങ്ങനെ കിടന്ന് കള്ളത്തരം പറയുന്നത്? കൊച്ചു പ്രേമനെ എത്ര നമ്മൾ കുറ്റം പറഞ്ഞിട്ട് വലിയ പറയാനൊന്നുമില്ല. കാര്യം അതൊന്നും മാറാൻ പോകുന്നില്ല. ഇനി ഇതൊന്നും തിരുത്തത്തുമില്ല. കാര്യം ഇവർക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. അല്ലെങ്കിൽ ഇവരെ ആരോ വിളിച്ച് പറഞ്ഞു സംഭവം ഫുള്ള് കയ്യിൽ നിന്ന് പോയിരിക്കുവാണ്. ഒരു കാരണവശാലും ജാസി സപ്പോർട്ട് ചെയ്യേണ്ട. നൈസായിട്ട് ഹെലനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണെന്ന് നൈസായിട്ട് നിങ്ങൾ വന്ന് പറഞ്ഞു എന്ന് ആരോ വിളിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പം വന്നിരുന്ന് ഈ പ്ലേറ്റ് മാറ്റുന്നത്. എന്തായാലും ജാസിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ജാസി പറയുന്ന കുറച്ച് കാര്യം ഒന്ന് കേൾക്കാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറന്ന എൻ്റെ പേരായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കുന്നതല്ലേ. കാര്യം അങ്ങനെയുള്ള തോന്നിവാസങ്ങളാണല്ലോ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേര് തന്നെ കേൾക്കത്തുള്ളൂ. ജാസിയുടെ ഗർഭം, ജാസിയുടെ സർജറി, ജാസി ആർക്കോ തുണിപ്പൊക്കെ കാണിച്ചു കൊടുത്തു. ഇതൊന്നും ഞങ്ങൾ ആരും ചെയ്തതൊന്നുമല്ല, നിങ്ങൾ ചെയ്ത പ്രവൃത്തിയാണത്. അല്ലാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സോ ആരും അല്ല ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിരിക്കുന്നത്. ജാസി എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു ഫേക്ക് സർജറി എന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട് ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടാക്കിയത്. എനിക്ക് വയ്യ സത്യം പറയാലോ. പറയുന്നവരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. കൂടാണ്ട് എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എൻ്റെ ഫോക്കസ് ആ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ്. പിന്നെ ഞാൻ ഗർഭത്തിൻ്റെ കഥ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾക്ക് പേഴ്സണലി എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ എൻ്റെ മനസ്സ് തട്ടി സോറി പറയണം കേട്ടോ. കേട്ടല്ലോ, എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുകയാണെന്നാണ് ജാസി പറയുന്നത്. വളരെ നല്ല കാര്യം. ഇതൊക്കെ ആദ്യമേ ചെയ്യണമായിരുന്നു. പ്രഗ്നൻസി നാടകമൊന്നും പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടി ഉടായിപ്പ്. എന്നിട്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജാസിയുടെ ഫോണിലൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് ജാസിയുടെ ചോദിക്കുമ്പോൾ ജാസി പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണ്, 8ാമത്തെ മാസമാണ്. അതായത് വിളിക്കുന്നവരെയും കൂടെ ജാസി അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരങ്ങളാണ് ജാസി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേണം നിങ്ങൾക്ക് ഞാൻ ഒരു വോയിസ് ഞാൻ അവിടെ കേൾപ്പിക്കാം. ഹലോ ഹലോ പറയൂ. ഇത് ജാസിയാണോ? അതെ, ആരാണ്? ചങ്ങായിയാണ്. ഗർഭമുണ്ടോ സത്യാണോ? ഗർഭം മോനെ ഇപ്പൊ 8 മാസമായിട്ടുള്ളൂ. നിങ്ങൾ വിളിച്ച് വെച്ചാൽ ഇപ്പൊ എനിക്ക് നാളെ തന്നെ പ്രസവിക്കാൻ പറ്റില്ലല്ലോ. 8 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇനി ഒരു മാസം കൂടി ഇല്ല. അത് കഴിഞ്ഞിട്ട് എന്തായാലും പ്രസവിക്കുമ്പോ കുട്ടിയുടെ ഫേസ് ഞാൻ എന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ശരി. എന്റെ മോന്റെ പേരെന്താ? എന്റെ പേര് അങ്ങനൊന്നുമില്ല.
അങ്ങനെയൊന്നും ഇല്ലാന്നുള്ള പേര്. ഓ വാവ്, വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വന്നു ഇങ്ങനെ നിങ്ങൾ വാട്സാപ്പിൽ ഫോട്ടോ ഒരു വീഡിയോ എല്ലാം അയച്ചിട്ട് ഞാൻ വെച്ച് ഫേക്ക് ആയിരിക്കും ബന്ധം വിളിച്ചോക്കത്. അപ്പൊ കറക്റ്റല്ലേ? ഓക്കെ, എന്താ ഈ പ്രസവം അങ്ങ് പ്രസവിച്ച് കഴിയട്ടെ, എന്നിട്ട് അടുത്ത പ്രസവം നമുക്കൊന്നൊരു കൈ നോക്കാം. നിങ്ങൾ നമ്പർ ആറ്റിക്കാട്ടെ, ഞങ്ങളെ നമ്പറിൽ കേട്ടല്ലോ, ഈ പ്രസവം കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് അടുത്ത നോക്കാം എന്നുള്ള രീതിയിലാണ് ജാസി പെരുമാറുന്നത്. കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറുള്ള വ്യക്തിയൊക്കെ നമുക്കൊക്കെ ഒന്ന് എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഈ ജാസിയുടെ കണ്ടന്റ് എടുക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇവരുടെ ഈ സംസാരവും പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും റിയാക്ട് ചെയ്ത് പോകും. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ബാക്കിയോടെ കേൾക്കാം. വീഡിയോസ് ഒരു വീഡിയോസായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ എത്ര വൾഗറായിട്ടാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചോ? പിന്നെ എൻ്റെ സർജറി ഒരുപാട് വേദന സഹിച്ചാണ് പല ട്രാൻസുകളും ഇങ്ങനെ സർജറികൾ ചെയ്യുന്നത്. എന്നിട്ട് സർജറി ചെയ്തിട്ടില്ല, ജാസ്തി ചെയ്ത സർജറി ഫേക്കാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലൊരു കുഞ്ഞ മുറിവ് വന്നാൽ നമുക്ക് എത്ര വേദനിക്കും അല്ലേ? അതിനായിട്ട് എത്രയോ വലിയ വേദനയാണ് ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കണം. നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ജാസിക്ക് ഒരു സർജറി നടന്നിട്ടില്ല. ഇങ്ങനെ സർജറി നടന്ന വ്യക്തിക്കൊന്നും ഇത്ര പെട്ടെന്ന് കിച്ചണിൽ കയറി കുക്ക് ചെയ്യാനും എടുക്കാനും ഒന്നും നടക്കുന്ന കാര്യമല്ല. അത് മാത്രമല്ല, ജാസിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു രീതിയിലുള്ള ഒരു സർജറി നടന്നിട്ടില്ല, പ്രത്യേകിച്ച് ബ്രസ്റ്റ് സർജറി പോലും നടന്നിട്ടില്ല. ഇത് പക്ക ഉടായിപ്പാണ്. ഇപ്പോഴും ജാസി പറയണത് വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളുടെയൊക്കെ പറയാം, നിങ്ങളെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. ഇവർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം സോഷ്യൽ മീഡിയയിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന്. അത് അറിഞ്ഞു വെച്ചിട്ടുള്ള കളികളാണ് ഈ ജാസി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഇനിയിപ്പം പുതിയ ബിഗ് ബോസ് വരാൻ പോവല്ലേ, തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് ടീം ജാസിയെ കോൺടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം പറഞ്ഞാൽ ഇത്രയും കോൺട്രവേഴ്സി ആയ ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ കത്തി നിൽക്കുന്ന ആൾക്കാരെ ഉറപ്പായിട്ടും ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ ടീം കോൺടാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവരെ ഈ ഒരു ഷോയിൽ വിളിക്കുകയും ചെയ്യും. ഇത് സർജറി പറയണം, ജാസ്തി സർജറി വ്യക്തമാക്കണം, എന്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് അതൊക്കെ ഞാൻ പറയേണ്ടത്? എൻ്റെ ലൈഫിൽ ഒരു വലിയ നല്ലൊരു കാര്യം നടന്നു, അത് ഞാൻ നിങ്ങളെ അറിയിച്ചു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എല്ലാവർക്കും വേണ്ടത് ഈ പബ്ലിസിറ്റിയാണ്. എന്നെ പിടിച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, എനിക്ക് അതിലൊരു വിഷമവും ഇല്ല. അല്ലെങ്കിൽ ഞാൻ പറയാത്ത കാര്യത്തിന് പോലും എന്നെ നിങ്ങൾ വലിച്ചയക്കുന്നില്ലേ? ജാസിയുടെ പേര് നിങ്ങൾക്കും വേണ്ടത് അത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒന്നെങ്കിൽ ബിഗ് ബോസ് ലക്ഷ്യമിട്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടിയായിരിക്കും ഇത്. അതായത് ഇത്രയും നാണം കെട്ട പണി ഇന്നെ പോലെയുള്ള ഒരുത്തനല്ലാതെ വേറെ ആര് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞ് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്, സർജറി നടത്തിയെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്, നിങ്ങളാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്, അല്ലാതെ ഞങ്ങൾ ആരുമല്ല. പിന്നെയും വന്നിരുന്നിട്ട് ഈ മെഴുകുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മോശമായിട്ട് ആരെയും ഒന്നും പറയാറില്ല, ഞാൻ തെറികൾ വിളിക്കാറില്ല, അങ്ങനെയൊക്കെ ഒരു ഡയലോഗ് ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറേ തെറിവിളികൾ കിടപ്പുണ്ട് ജാസിയുടെ, ഞാനത് എടുത്ത് വെക്കുന്നില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് പുറത്തിടാം. പറഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിസിറ്റിയും അതേപോലെ നിങ്ങൾക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം പറ്റേ, ഞാൻ ഇതുവരെ ഒരാളുടെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. എന്നെ എത്ര വൾഗറായിട്ടാണ് ആ കുട്ടി പറയുന്നത്. എൻ്റെ അച്ഛൻ, എൻ്റെ ഫാമിലി എത്രയോ പറയുന്നുണ്ട്. ഇപ്പോൾ അടുത്തിട്ട വീഡിയോയിലും വളരെ മോശമായിട്ട് എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി വരെ ചോദ്യം ചെയ്തിട്ട് പറയുന്നില്ലേ? ഇതൊക്കെ ആയാലും ഞാൻ പെൺകുട്ടിയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ഇതുവരെ ഒരാളെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന്. എൻ്റെ കയ്യിലൊരു 4-5 വോയിസ് ക്ലിപ്പ് കിടപ്പുണ്ട്. ജാസിയുടെ പൂര തെറിവിളി, ഒരു പെൺകുട്ടിയെ കണ്ട് വിളിക്കുന്ന ഒരു തെറിവിളിയാണ്. ജാസി പറയുന്നത്, ജാസി ഇപ്പം പറഞ്ഞല്ലോ, ഞാൻ ആരെയും മോശമായിട്ട് പറഞ്ഞിട്ടേ ഇല്ലെന്ന്. അതൊക്കെ എടുത്ത് വെച്ചെന്നാൽ കേട്ട് നോക്ക് ജാസി, അപ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തിനായി ഇങ്ങനെ വന്നിരുന്ന കള്ളം പറയുന്നത്? വീണ്ടും റിപ്പീറ്റഡ്ലി കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ അടുത്ത് ട്രാൻസ് ID കാർഡും ഞാൻ ചെയ്ത സർജറിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് തെളിവായിട്ട് കാണിച്ചേണ്ട ആവശ്യങ്ങളൊന്നും എനിക്കില്ല. മരണം വരെ ഒരു സ്ത്രീ ആയിട്ട് ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കാനാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്. പിന്നെ ഈ പറയുന്നവരെല്ലാവരും തികഞ്ഞവരാണോ? അവരുടെ ലൈഫ് എടുത്തു നോക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ. എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന ഒരു മനുഷ്യരും ഇതുപോലെയുള്ള നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തികൾ വന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ നേരിട്ട് നിൽക്കത്തില്ല. പേഴ്സണൽ ഇഷ്യൂസ് വേറെ ഇത്, സോഷ്യൽ മീഡിയയിൽ കിടന്ന് കോപ്രായങ്ങൾ കാണിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് വേറെ ഇത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ സർജറി നടത്തിയ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്, അതും പോരാഞ്ഞിട്ട് ട്രാൻസ്ഫോമർ ആയതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സർജറി നടത്തിയതിൻ്റെ ഇന്നേ വരെ കാണിച്ചിട്ടില്ല, കാര്യം അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഇനി രണ്ടാമത്, നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? നിങ്ങൾ നിലവിൽ ഇതുവരെ സർജറി കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആരാണ് സർട്ടിഫിക്കറ്റ് തരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ചോദ്യങ്ങളല്ലേ? ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ഒരു ചുക്കും അറിയാതെ വന്നിരുന്നിട്ട് വായി തോന്നുന്ന വിളിച്ച് പറയുവാണ്. ഇത്രയേ ഉള്ളൂ. എന്തായാലും ജാസിയുടെ വീഡിയോ ഇതോടെ കൂടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുവാണ്. കാര്യം പറഞ്ഞ് നമ്മൾ തന്നെ മടുത്തു തുടങ്ങി. കാര്യം ഇത് മാത്രമേ ഉള്ളായിരുന്നു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസി, ഈ പറയുന്ന രേണുസുതി, അല്ലാതെ വേറെ എന്ത് കണ്ടന്റാണ് നിലവിലുള്ളത്? പിന്നെ സിലു ടോക്സ് എന്ന് പറയുന്ന ചാനലിനകത്ത് അവർ ഡിവോഴ്സ് ആവുന്നതിൻ്റെ കഥ, അവരാണെങ്കിൽ ആ ഡിവോഴ്സിൻ്റെ കഥ പറഞ്ഞിട്ട്
അവരുടെ വ്യൂവേഴ്സിനെ മുതലെടുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ നടക്കുന്നത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസും വരുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.